ഓമനക്കാഴ്ച ചൂളിയാട് നിന്നും പുറപ്പെട്ടു. കാർഷിക സംസ്കാരത്തിന്റെ പൊലിമ തുളുമ്പുന്ന പയ്യാവൂർ ഊട്ടുത്സവത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചടങ്ങാണ് ചൂളിയാട്ടുകാരുടെ ഓമനക്കാഴ്ച. കുംഭം 10-ന് ഇന്ന് രാവിലെ 10 മണിക്ക് ചൂളിയാട് തടത്തിൽക്കാവിൽ നിന്നും കാഴ്ച ആരംഭിക്കുകയും കാഞ്ഞിലേരി വഴി പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ വൈകുന്നേരം 4 മണിയോടുകൂടെ എത്തിച്ചേരും. കുഞ്ഞുംപിടുക്ക കുഞ്ഞിരാമൻ നമ്പ്യാർ ഓലക്കുടയുമായി വാദ്യമേളങ്ങൾ, മുത്തുക്കുട, ആലവട്ടം, വെഞ്ചാമരം എന്ന അകമ്പടിയോടുകൂടി ശുഭ്രവസ്ത്രധാരികളായി നഗ്നപാതരായി 3000-ഓളം വാഴക്കുലകളുമായി നൂറുകണക്കിന് ആൾക്കാർ 15 കിലോമീറ്റർ അകലെയുള്ള പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ എത്തിച്ചേരും. ചൂളിയാട് ദേശത്തെ ബാലവൃതം ജനങ്ങളും കൂടിയായപ്പോൾ ഗ്രാമം നിറഞ്ഞു. ഓമനക്കാഴ്ച ആദ്യത്തെ മര്യാദയുള്ള ഉത്സവം കൂടിയാണ്. ഇന്ന് ചൂളിയാട് ഗ്രാമത്തിലെത്തുന്ന അപരിചിതരെ കൂടി അതിഥികളായി സ്വീകരിക്കും. കുംഭം 10-ന് ലോകത്തെവിടെയായാലും ചൂളിയാട്ടുകാർ ഓമനക്കാഴ്ചയിൽ പങ്കാളികളാവാൻ എത്തിച്ചേരും. ആയിരക്കണക്കിന് ജനങ്ങളാണ് അടുവാപ്പുറത്ത് ഓമനക്കാഴ്ചയെ സ്വീകരിക്കാൻ എത്തിച്ചേരുന്നത്. നമ്മുടെ കാഴ്ച തടത്തിൽക്കാവിൽ നിന്നും പുറപ്പെട്ട് അടുവാപ്പുറം ആലിന് സമീപം എത്തിയിട്ടുണ്ട്. 2 കിലോമീറ്ററോളം നടന്നു. ആലിൻ്റെ മിരട്ട് പാനക വെള്ളമുണ്ട്. അതും കുടിച്ചതിന് ശേഷം കണിയാറ് വയക്കര കാഞ്ഞിലേരി വഴി ഇരുട് പുഴയിൽ നിന്ന് കാഴ്ചക്കൊല മുക്കി അക്കരെ വെച്ച് എല്ലാ കാഴ്ചക്കാരും മുങ്ങി കുളിച്ചതിന് ശേഷം 4 മണിക്ക് ശേഷം പയ്യാറ്റുവയലിൽ എത്തണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുഞ്ഞു മക്കളായതുകൊണ്ട് ചിലപ്പോൾ കാമണിക്കൂറോ അരമണിക്കൂറോ വൈകിപ്പോവും. എന്തായാലും 5 മണിക്കുള്ളിൽ നമ്മളെന്തായാലും പയ്യാറ്റുവയലിലെത്തും. പയ്യാവൂര് വയലിലെത്തിയതിന് ശേഷം നമ്മുടെ നെയ്യമരുതാർ വരും നമ്മളെ എതിരേൽക്കാൻ. നെയ്യമരുതാറ് അകമ്പടിയോടുകൂടി ആനപ്പുറത്ത് കുടയും പട്ടുകുടിയുമായിട്ട് ആനപ്പുറത്ത് ആനയിച്ച് പയ്യാവൂർ ക്ഷേത്രത്തിൻ്റെ മുമ്പിലെ നടയിലാണ് കാഴ്ച കൊണ്ട് ഒപ്പിക്കുക. 5 മണിക്കുള്ളിൽ എന്തായാലും ഒപ്പിക്കാനാവും. നമ്മളെത്തുന്നവരെ ഉത്സവം തിടമ്പ് നൃത്തം ഉണ്ടാവും. കാഴ്ച ഒപ്പിച്ചതിന് ശേഷം കുടകരുടെ മടക്കയാത്രയുണ്ട്. കാഴ്ച എത്തിയതിന് ശേഷം കുടകർ മടങ്ങി കുടകിലേക്ക് പോകുള്ളൂ. അതിനായി അവരെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്നുണ്ട്.